നയൻ സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ബബിതയെ ഈ കൊടും ചതിയിൽ നിന്നും രക്ഷിക്കാനുള്ള സ്റ്റാൻലിയുടെ തീരുമാനം അലീനയെ അറിയിച്ചിരുന്നു. അലീനയോട് തൻ്റെ പ്ലാനിങ്ങുകളെല്ലാം ബബിതയോട് പറയണമെന്നും ബബിതയിൽ നിന്നും പൂർണ്ണമായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാനിങ് വർക്കാകുകയുള്ളൂ എന്നും സ്റ്റാൻലി അലീനയെ അറിയിക്കുകയാണ്. ഇതെല്ലാം ബബിതയെ പറഞ്ഞ് ധരിപ്പിക്കാനായി അലീന ബബിതയെ കോൾ ചെയ്യുന്നുണ്ട്. അലീനയുടെ കോള് കാത്തിരുന്ന പോലെ തന്നെ ഫസ്റ്റ് റിങ്ങിൽ തന്നെ ബബിത ചാടിക്കയറി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിതയോട് അലീന ചോദിക്കുകയാണ്, എൻ്റെ മോളെ, നീ ഈ ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണോ? ഞാൻ ചേച്ചി വിളിച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേച്ചിയുടെ കോളിനായി വെയിറ്റ് ചെയ്യുന്നത്. എനിക്കല്ലാതെ ഒന്നിനും ഒരു സമാധാനവും കിട്ടുന്നില്ല ചേച്ചി. ഇവിടെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് അച്ഛൻ എന്തോ സംശയം തോന്നി കൃഷ്ണമോളെ വിളിച്ചു ചോദിച്ചു എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇല്ല ചേച്ചി, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ എന്താ രണ്ടാളും ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ ചോദിച്ചുള്ളൂ. ഒന്നും പറയണ്ട കേട്ടോ. ഞാനും പറഞ്ഞതാ കൃഷ്ണമോളോട്. അവൾ എന്നിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കുക അച്ഛനോടെല്ലാം പറഞ്ഞാലോന്ന്. ഞാൻ പറഞ്ഞു തന്നതല്ലേ നിങ്ങളോട്, അച്ഛനറിയാതെ നമുക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. അതെ, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എന്താ ചേച്ചി, ചേച്ചിയുടെ പപ്പ എന്തായാലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞോ? പിന്നെ ചെയ്യാതിരിക്കോ? ഞാൻ പപ്പയുടെ മോളല്ലേ. അപ്പോൾ നിങ്ങളും പപ്പയ്ക്ക് മക്കളെ പോലെ തന്നെയല്ലേ. എന്തായാലും ചെയ്യാതിരിക്കില്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരു കുടുക്കിലൊക്കെ പെട്ട് കിടക്കുകയാണെന്നൊക്കെ അറിയുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് പപ്പ ഒരു മിലിറ്ററി ഓഫീസറും കൂടിയല്ലേ മോളെ. അപ്പോൾ പപ്പയ്ക്ക് അതിൻ്റേതായ ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ എന്തായാലും കാണിക്കാതിരിക്കില്ലടി. എന്നിട്ട് എന്താ പറഞ്ഞേ? പപ്പ എന്ത് വേണം, എങ്ങനെ വേണം പ്ലാനിങ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, അവനെ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ കോടതിയിലൊന്നും കയറ്റരുത്. കാരണം ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു മകൻ്റെ ബുദ്ധിമുട്ട് കാരണം മറ്റുള്ളവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയവരല്ലേ നമ്മൾ രോഹിത്തിൻ്റെ കേസോട് കൂടി. അപ്പോൾ അതുകൊണ്ട് അവൻ കാരണം അവൻ്റെ വീട്ടിൽ ഇനി മറ്റു പെങ്ങന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ബുദ്ധിമുട്ടാവരുതല്ലോ. പിന്നെ കൃഷ്ണമോൾ പറഞ്ഞൊരറിവ് വെച്ചിട്ട് അത്രയ്ക്ക് പണമുള്ളവരാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ചെറിയൊരു ഫ്രൂട്ട്സ് ഷോപ്പിലല്ലേ അവരുടെ വരുമാനമൊക്കെ. അതൊക്കെ അത്രയേ ഉള്ളൂ ചേച്ചി. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അവൻ്റെ നടപടികളും അവൻ്റെ വല്ലാതെ ക്യാഷ് ഇട്ടുള്ള ധൂർത്തടിയൊന്നും കണ്ടാൽ നമുക്കങ്ങനെ തോന്നത്തേ ഇല്ലായിരുന്നു. പിന്നീടാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ സ്നേഹത്തിന് മുന്നിൽ ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ലല്ലോ. എല്ലാവർക്കും അതിൻ്റേതായ മാന്യതയില്ലേ. ഇപ്പം മനസ്സിലായില്ലേ, പണത്തിലും പദവിയിലും ഒന്നുമല്ല കാര്യമെന്ന്. എല്ലാം ഓരോരുത്തരുടെ മനസ്സാണ്. ആ മനസ്സിനാണ് ഏറ്റവും വലിയ കഴിവ് എന്നൊക്കെ അലീന ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചി, എന്നിട്ട് ചേച്ചിയുടെ പപ്പ എന്താ പറഞ്ഞത്? പപ്പ പറഞ്ഞത് വേറൊന്നുമല്ലടി, നിന്നോട് അവനൊരു വീട്ടിലോട്ട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, അതെ, മുമ്പ് ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവനും പറഞ്ഞത് ആ വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ ചേച്ചിയുടെ പപ്പ പറയുന്നേ? വേറൊന്നുമല്ല, പപ്പ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ നീ പോവത്തില്ലേ? നീ പോവുമ്പോൾ കൃഷ്ണമോളെ കൊണ്ടുപോകണ്ട. അവളിനി ആകെ അമ്പരന്നാലോ. അപ്പോൾ നീ തന്നെ ചെന്നാൽ മതി. നീ ക്യാഷായിട്ടാണ് ചെല്ലുന്നതെന്ന് അവൻ വിചാരിച്ചോട്ടെ. അതിനു മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് നീ പേടിക്കുകയും പ്രതികരിക്കുകയൊന്നും ചെയ്യരുതിപ്പോൾ. ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്കണം. നാളെ നീ പോകുന്ന ആ വീട്ടിൻ്റെ എവിടെയാണെന്നും എങ്ങനെയാണ് ആ വീട്ടിലേക്ക് എത്തിപ്പെടേണ്ടതെന്നും നീ ആദ്യം എനിക്ക് പറഞ്ഞു തരണം. അതെന്തിനാ ചേച്ചി? അതെന്തിനാന്ന് ചോദിച്ചാൽ, ആ വീട്ടിൽ നീയും അമലും എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനും പപ്പയും ഉണ്ടാവും. അയ്യോ ചേച്ചി, അതൊക്കെ വലിയ പ്രശ്നമായി മാറില്ലേ? ഇല്ല ബബിതേ, നീ പറയുന്നത് കേൾക്ക്. ഞങ്ങളല്ലേ
പിന്നെ അതിനു മുമ്പേ നീ അവനോട് ചോദിക്കണം ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടാവുമോ എന്ന്. ഇനിയിപ്പോൾ അവൻ എന്തിനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവനിനി വല്ല ഫ്രണ്ട്സിനെയും കൊണ്ട് വന്നിട്ട് നമ്മൾക്ക് ഒരു പാഠമുള്ളതല്ലേ രോഹിത്തിൻ്റെയും ഹരിയുടെയൊക്കെ. ഇനി അങ്ങനെ നീയിപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് പോകുന്ന പോക്കിൽ അവനിനി വല്ല ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവന്ന് നിന്നെ പൂർണ്ണമായിട്ടും ട്രാപ്പ് ചെയ്യാനാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഒന്ന് അവനെ വിളിച്ച് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്ക്. എന്നിട്ട് നീ എന്നെ വിളിക്ക്, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാം. ചേച്ചി, എനിക്ക് കേട്ടിട്ട് ആകെ പേടിയാവുന്നു. ചേച്ചിയുടെ പപ്പ അവിടെ വന്നിട്ട് എന്തെങ്കിലും അടിപിടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? പിന്നെ ഇത് എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് നീ ഈ പറയുന്നത്? നമുക്ക് അച്ഛൻ അറിയാൻ പാടില്ല, മറ്റാരും ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇത് തന്നെയല്ലേ മോളെ നല്ല വഴി? കാരണം കേസ് കൊടുത്താൽ നിനക്കറിയാലോ നമ്മുടെ SIയുടെ കാര്യം. നമ്മുടെ വീടിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ് അയാൾ. നമ്മൾ രോഹിത്തിനെ ആ കേസിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുന്നത് ശരണ്യയെ കയ്യിലെടുത്തുകൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. അത് മാത്രമല്ല, അന്ന് ഈ കേസൊക്കെ നടക്കുമ്പോൾ നിൻ്റെ പേര് അതിൽ വന്നതാണ്. അവിടെ ഹരിയുടെ ലാപ്ടോപ്പിലോ ഹരിയുടെ ഫ്രണ്ടിൻ്റെ ലാപ്ടോപ്പിലോ മറ്റോ നീയും ഈ അമലും തമ്മിലുള്ള വീഡിയോ എന്തോ പോലീസുകാർ കണ്ടിരുന്നു. അവർ അന്നത്തെ എന്നെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയ അങ്ങനെ ഒരു കാര്യം അവരെന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് മോളെ. പക്ഷേ പിന്നീട് അവരത് എന്താണ് അങ്ങനെ ഒരു കാര്യം കുത്തിപ്പൊക്കി പറയായിരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അതൊക്കെ അവർ വേണ്ടെന്ന് വെച്ചതാണോ, അല്ലെങ്കിൽ അന്ന് ഞാൻ പരാതി കൊടുക്കാതെ ആയപ്പോൾ അത് തള്ളി മാറ്റി വെച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസുമായിട്ട് നമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇതെല്ലാം കുത്തിപ്പൊക്കി അയാൾ കൊണ്ടുവരും. പിന്നെ അറിയാലോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. എനിക്ക് വയ്യ അച്ഛനെ ഇനി ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനൊന്നും. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എന്നേക്കുമായിട്ട് അച്ഛനെ നഷ്ടപ്പെട്ടേക്കാം ബബിതേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒന്നും വെറുതെ പറയില്ലെന്ന് നിനക്കറിയാലോ. നീ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അലീന അതെല്ലാം പറയുമ്പോൾ ബബിതയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അമലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ചേച്ചിയെ വിളിക്കാം. ചേച്ചി ടെൻഷൻ ആവണ്ട. ചേച്ചി പറയുന്ന പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. അതൊക്കെ നീ അമലിനോട് സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായി തന്നെ സംസാരിക്കണം. ഒരിക്കലും അവനൊരു സംശയത്തിന് ഇട നീ വയ്ക്കരുത്. ഇല്ല ചേച്ചി, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ചേച്ചി എന്തായാലും ഞാൻ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. ചേച്ചി ഉറങ്ങൊന്നും ചെയ്യരുത്. ഞാൻ അവനെ ഒന്ന് വിളിച്ചിട്ട് ചേച്ചി ഇപ്പോൾ തന്നെ വിളിക്കാം. അപ്പോൾ ചേച്ചിക്ക് പപ്പയോട് ഇതെല്ലാം സംസാരിക്കാമല്ലോ. ശരി ശരി, നീ എന്തായാലും അവനെ വിളിച്ചിട്ട് എന്നെ ഒന്നിപ്പോൾ തന്നെ വിളിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോള് കട്ട് ചെയ്യുകയാണ്. ഉടനെ തന്നെ ബബിത അമലിനെ വിളിക്കുന്നുണ്ട്. ബബിതയുടെ കോള് കണ്ട പാടെ അമൽ ചടി കയറി എടുക്കുകയാണ്. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, എന്താടി നിനക്കെന്തേ നാളത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉറക്കം വരാതിരിക്കുകയാണോ? അതോ എന്നോട് കാല് പിടിച്ച് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഇപ്പോൾ വിളിച്ചതിൻ്റെ ഉദ്ദേശം? അമലേ, എനിക്ക് നാളെ പേടി തോന്നുന്നുണ്ട്. ഓ പിന്നെ, ഇത്രയും കാലമില്ലാത്ത പേടിയോ നിനക്കിപ്പോൾ? അത് വെറുതെ ആണല്ലോ. അല്ല, ഞാൻ കാര്യത്തിൽ പറയാ. നീ എന്തിനാണ് ആ വീട്ടിലേക്ക് എന്നെ വിളിച്ചു വരുത്തുന്നത്? പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോരെ? പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവിടെ തന്നെ വെച്ച് കാണണ്ടേ ബബിതേ? എടാ, ഞാൻ ക്യാഷായിട്ടാണ് നിനക്ക് വരുന്നത്, അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ. ഓ, അപ്പോൾ നിൻ്റെ അനിയത്തില്ല? ഇല്ല അമലേ, അവളില്ല. ഞാനോ നിൻ്റെ ചതിയിൽ പെട്ടു. ഞാൻ കാരണം എൻ്റെ അനിയത്തിയെ കൂടി ഞാൻ ഒരിക്കലും നിൻ്റെ ചതിക്കുഴിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിടില്ലടാ. ശരി ശരി, വേണ്ട. പക്ഷേ അങ്ങനെ ക്യാഷും തന്ന് എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസുമായിട്ട് നിനക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അതെന്തായാലും കഴിയില്ലല്ലോ. നീ ഇവിടെ തന്നെ വന്നേ പറ്റൂ. അമലേ, നീ മറ്റു ഫ്രണ്ട്സിനാരെങ്കിലും അവിടെ കൊണ്ടുവന്ന് നിർത്താനാണോ നിൻ്റെ തീരുമാനം?
ഓ, മനസ്സിലായി മനസ്സിലായി. നിൻ്റെ രോഹിത്തേട്ടനെ പോലെ അല്ലേ? ഇത്രയും നാളില്ലാത്ത നിൻ്റെ സംശയങ്ങൾ ഇപ്പോൾ പൊട്ടിമുളച്ചത് എവിടെ നിന്നാണെന്ന് മനസ്സിലായി. എടി, ഇത്രയും കാലേ നിന്നെ എനിക്കങ്ങനെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിലേ അത് പണ്ടേ ആവായിരുന്നു. അല്ലാതെ ഇപ്പോഴല്ലടി, അതൊക്കെ കഴിഞ്ഞുപോയി. അമലിന് വേണ്ടതൊക്കെ അമൽ ഒറ്റയ്ക്കേ നേടിയിട്ടുള്ളൂ. അതൊന്നും അമൽ ആർക്കും പങ്കുവെച്ച് കൊടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ പങ്കുവെച്ച് കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. നിനക്കത് നന്നായിട്ട് അറിയാലോ. പിന്നെന്തിനാ നിനക്ക് ഇപ്പോൾ ഒരു സംശയം? നീ എൻ്റെ കൂടെ എവിടെയൊക്കെ വന്നിട്ടുള്ള ആടാടി. അപ്പോഴൊക്കെ നീ ആരെങ്കിലും എവിടെ കണ്ടിരുന്നോ? അമലിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒന്നും പറയാൻ കഴിയാതെ ബബിത സ്തംഭിതയായി തന്നെ നിൽക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, എൻ്റെ പേടികൊണ്ട് ചോദിച്ചു പോയത് അമലെ. നീ അവിടെ എത്തിയാൽ മതി. നീയേ നമ്മൾ കാണാറില്ലേ, ആ ബസ് സ്റ്റോപ്പിൽ അവിടെ വന്ന് നിന്നാൽ മതി. നിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. 10 ലക്ഷം രൂപയൊക്കെ ആയിട്ട് നീ ഒറ്റയ്ക്ക് അങ്ങനെ വരണ്ട. മനസ്സിലായോ നിനക്ക്? നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ നിന്നെ പിക്ക് ചെയ്തോളാം. ശരി അമലെ, ഞാൻ വെക്കുകയാണ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അമലിൻ്റെ വളരെ വഷളത്തരത്തോടു കൂടിയുള്ള സംസാരങ്ങളൊന്നും തന്നെ ബബിതയ്ക്കിപ്പോൾ കേട്ട് നിൽക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ബബിത ഉടൻ തന്നെ അവൻ്റെ കോള് കട്ട് ചെയ്യാണ്. ബബിത കുറേ സമയം അവിടെ അങ്ങനെ ആലോചിച്ചിരുന്നു പോയി. താൻ എത്രത്തോളം മണ്ടിയായിരുന്നു, താൻ എത്രത്തോളം വഞ്ചിക്കപ്പെട്ടു, തന്നെ മനസ്സിലാക്കാൻ ഒരിക്കൽ പോലും അവന് കഴിഞ്ഞില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് അവൾ താനേ ഇരുന്നു പോയി. ഈ സമയത്ത് കൃഷ്ണമോൾ കടന്നു വരുന്നുണ്ട്. കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ? ഒന്നുമില്ല മോളെ, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചു പോയതാണ്. കുറച്ച് കാലം കൊണ്ട് ഞാൻ കടന്നു പോന്ന ആ വഴികൾ, എന്തൊക്കെ മോശത്തരങ്ങളാണ് ഞാൻ കാണിച്ചു കൂട്ടിയത്. ശരിയാണ് അവൻ പറഞ്ഞത്, അവനോടൊപ്പം ഞാൻ പോവാത്ത വഴികളുണ്ടായിരുന്നില്ല, ഞാൻ പോവാത്ത വീടുകളും. അവനോടൊപ്പം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. അത്രയ്ക്കും അവൻ എന്നെ, എനിക്കറിയില്ല കൃഷ്ണേ. ഇപ്പോൾ നാളെ ഞാൻ അവിടെ പോയാലും അവൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം അവൻ നശിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് തന്നെ തിരിച്ചു തരുമെന്നോ ഞാൻ എങ്ങനെയാണ് അവനെ വിശ്വസിക്കേണ്ടത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ അലീന ചേച്ചിയുടെ കാര്യം തന്നെ ഒന്ന് നോക്കിയേ. 2 ദിവസം പോലും തികഞ്ഞിട്ടില്ല ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൂട്ടിയത്. അതിന് ശരിക്കും മാപ്പ് പോലും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ ആ ചേച്ചിയാണ് എന്നെ ഇത്ര വലിയ പ്രശ്നത്തിൽ നിന്നും ഊരിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്തൊരു പാപിയാണ് കൃഷ്ണമോളെ. ബബിതയുടെ ആത്മാർത്ഥതയോടുള്ള സംസാരങ്ങളെല്ലാം കേട്ടപ്പോൾ കൃഷ്ണമോൾക്കും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. കൃഷ്ണമോൾ ബബിതയോട് പറയാണ്, ചേച്ചിയോട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടില്ലേ, അലീന ചേച്ചി മനസ്സിലാക്കാഞ്ഞിട്ടാണെന്ന്. നമ്മളാരെയും ഉപദ്രവിക്കാൻ വന്നതല്ല ആ പാവം. ചേച്ചിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് അവർ ആ ഓർഫനേജിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന്. ചേച്ചിയും ആ ചേച്ചിയുടെ അനിയത്തില്ലേ രേവതിക്കുട്ടി, അവർ തമ്മിലുള്ള ആ സ്നേഹം തന്നെ ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് കാണണം. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ചേച്ചി. നമ്മളൊക്കെ ഒരമ്മയുടെ വയറ്റിൽ നിന്നും വന്നിട്ട് പോലും നമുക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അതാണ് ചേച്ചി സ്നേഹം. അല്ല, അപ്പോൾ ചേച്ചിയെ അലീന ചേച്ചി വിളിച്ചായിരുന്നോടി. ചേച്ചിയുടെ പപ്പ എല്ലാത്തിനും സമ്മതിച്ചു. പപ്പ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞൂന്ന്. ആണോ? അയ്യോ പാവല്ലേ. അന്ന് ചേച്ചി ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞതൊക്കെ അലീന ചേച്ചിയെ പോലെ തന്നെ ആ പപ്പയും ക്ഷമിച്ചൂലേ. ഇപ്പോഴാണ് മനസ്സിലായത് ചേച്ചിക്ക് ആരുടെ സ്വഭാവമാണ് കിട്ടിയതെന്ന്. കൃഷ്ണമോളുടെ ആ വാക്കുകൾ കേട്ട് ബബിത കൃഷ്ണമോളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. ശരിയാണ്, തൻ്റെ അമ്മയുടെ സ്വഭാവമല്ല അലീന ചേച്ചിക്ക്, പപ്പയുടെ സ്വഭാവം തന്നെ ആയിരിക്കും. എന്തൊക്കെ ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ചേച്ചിക്ക് കഴിയുന്നുണ്ട് അല്ലേ കൃഷ്ണമോളെ? അതുമാത്രമല്ല ചേച്ചി, അലീന ചേച്ചി എപ്പോഴും പറയാറില്ലേ അവരുടെ ഒരു ബ്രിജിത മമ്മിയെ കുറിച്ചിട്ട്, അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, അവരൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യമാണ്. അവരെയൊക്കെ നല്ലത് മാത്രം
പ്രേരിപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, എന്താ ചേച്ചി പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവൻ പറഞ്ഞില്ലേ ഒരു വീട്ടിലെ കാര്യം, അവിടേക്ക് അലീന ചേച്ചിയും ആ പപ്പയും വരുന്നുണ്ടെന്ന്. അതെന്തുകൊണ്ട് നന്നായി ചേച്ചി. അവൻ്റെ കഥ അവിടെ ഇട്ട് തന്നെ അവർ കഴിച്ചോളും. അവനെ ശരിക്കും നിവർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിലേ അവൻ്റെ കൈയും കാലും ഒടിച്ചൊരുത്തിലിടാൻ പറയണം. ഞാൻ പറഞ്ഞാലേ എൻ്റെ ചേച്ചി കേട്ടോളും. കാരണം അവൻ കളിച്ചതേ നിന്നോട് മാത്രമല്ല എന്നോടും കൂടിയാ. അപ്പോൾ അതിനുള്ള പണി അവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കൃഷ്ണമോള് വളരെ വാശിയോടുകൂടി പറയുന്നത് കേട്ടിട്ട് ബബിതയ്ക്ക് ഒരു നിമിഷം ചിരി വന്നുപോയി. എന്തായാലും അവൻ പറഞ്ഞതൊക്കെ ഒന്ന് അലീന ചേച്ചി വിളിച്ച് ഞാൻ പറയട്ടെ കേട്ടോ. അവനെന്താ പറഞ്ഞത് അത് ഞാനിപ്പോൾ പറയാടി. ഇപ്പോൾ അലീന ചേച്ചിയോട് പറയുമ്പോൾ നിനക്ക് കേൾക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അലീനയെ വിളിക്കാനായി കോള് ചെയ്യുന്നുണ്ട്. അലീന കോൾ എടുക്കുമ്പോൾ തന്നെ, എന്തായി, നീ അമലിനെ വിളിച്ചായിരുന്നോ? വിളിച്ചോ ചേച്ചി. അവൻ പറയുക ഞങ്ങൾ തമ്മിൽ കാണാറുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വന്നിട്ടാണ് അമൽ എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോണത്. എന്തായാലും എനിക്ക് വഴിയൊക്കെ അറിയാം. പക്ഷേ ചേച്ചി പറഞ്ഞില്ലായിരുന്നോ അമലിന് ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം അവനോട് സംസാരിക്കാനെന്ന്. അതുകൊണ്ട് തന്നെ അവനൊരു സംശയം വരാത്ത രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറയുക അവൻ അവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന്. അത് കുഴപ്പമില്ല മോളെ. എന്തായാലും നാളെ ഒരു വട്ടല്ലേ, നീ അവൻ്റെ കൂടെ എന്തായാലും ചെല്ല്. നീ അവനോട് ചോദിച്ചായിരുന്നോ അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോയെന്ന്? ഓ ചേച്ചി, അവനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവനെന്നെ പരിഹസിക്കുകയാണ്. ഇത്രയും നാളും ഇല്ലാത്ത സംശയം ഇപ്പം എവിടെ നിന്ന് വന്നു? ഓ, നിൻ്റെ ചേട്ടൻ ചെയ്ത പോലെയൊക്കെ ഞാൻ നിന്നോടും ചെയ്യുമോ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ടെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവുകയാണ് അവൻ. അങ്ങനെയൊന്നും ചെയ്യില്ല. അവന് അതിനപ്പുറത്തേക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. എന്തായാലും പോട്ടെ, നമുക്ക് എല്ലാം നാളത്തോടുകൂടി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ചേച്ചി, എനിക്കതല്ല പേടി. ഇപ്പോൾ നാളെ അവൻ ആ വീട്ടിൽ വന്നു, നമ്മളോട് സംസാരിച്ചു. ഇപ്പോൾ ചേച്ചിയുടെ പപ്പ ചൂടായി സംസാരിക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ഫോട്ടോസ് അവൻ തന്ന് അവൻ അങ്ങനെ എല്ലാം അവസാനിപ്പിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതെന്തായാലും തോന്നുന്നുണ്ട് ബബിതേ. കാരണം വെറുതെ വന്നിട്ട് അവനോട് ഇതൊക്കെ അവസാനിപ്പിക്കണം, നിൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങെടുക്ക് എന്നൊന്നുമല്ലല്ലോ പപ്പ സംസാരിക്കാൻ പോകുന്നത്. നീ എന്തായാലും സമാധാനമായിട്ട് തന്നെ കിടന്നുറങ്ങ്. നാളത്തോടു കൂടി ഇതെല്ലാം മംഗളമായിട്ട് അവസാനിക്കണേന്ന് നീ ദൈവത്തിനോട് കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഞാൻ ഏത് ദൈവത്തിനോടാണ് ചേച്ചി പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് ചേച്ചിയോട് ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ ദ്രോഹങ്ങളും ചേച്ചി മറന്നിട്ട് ചേച്ചിയല്ലേ ഇപ്പോൾ എനിക്ക് വേണ്ടി സഹായിക്കാൻ നിൽക്കുന്നത്. ചേച്ചി കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ദൈവം പോലും ഉള്ളൂ. അയ്യേ, നീ എന്തൊക്കെയാണ് ബബിത ഈ പറയുന്നത്? ദൈവത്തിന് എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടാണെന്നോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മളെന്നും ദൈവത്തിനെ വേണം ആദ്യം സ്തുതിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മാതാവും പിതാവും എല്ലാം. പിന്നെയാണോ ഈ ഞാൻ? ചേച്ചി, എനിക്ക് ചേച്ചിയോട് നീ ഒന്നും പറയണ്ട ബബിതേ. ഞാൻ എൻ്റെ ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരനിയത്തിക്കോ അനിയനെയോ ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കണം. അച്ഛനും അമ്മയും വീണ് കിടക്കുന്നിടത്ത് നിന്ന് തൻ്റെ കരങ്ങൾ കൊടുത്ത് അവരെ രക്ഷിച്ചു കൊണ്ടുവരണം. അവർക്ക് ഒരു താങ്ങും തണലുമായി കൂടെ നിൽക്കണമെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചു പോന്നിട്ടുള്ളത്. ഞാൻ അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. എൻ്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിയെന്നേ ഉള്ളൂ. എൻ്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. അലീനയുടെ വാക്കുകൾ കേട്ട് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒരുപോലെ സങ്കടം വന്നു. വീണ്ടും ബബിത ചോദിക്കുകയാണ്, ചേച്ചിയുടെ പപ്പയ്ക്കും എങ്ങനെയാണ് എന്നോട് ഇത്ര പെട്ടെന്ന് പൊറുക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിൽ കയറി വന്നിട്ട് എന്തൊക്കെയാണ് ചേച്ചി വിളിച്ച് പറഞ്ഞത്? മോളെ, പപ്പ അങ്ങനെ ഒന്നും കരുതുന്നില്ലടാ. പപ്പ പറയുന്നത് നീ ചെറിയ കുട്ടിയല്ലേ, അതിലൊന്നും കാര്യമില്ല, നിനക്ക് പക്വതയാകുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെയാണ്.
പക്ഷേ ഇനിയെങ്കിലും നീ പക്വതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും ബബിതേ. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചെടുക്കാം. നീ ഇനിയെങ്കിലും കുറച്ച് കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണേ. ഇല്ല ചേച്ചി, ഇനി എനിക്കൊരു തെറ്റ് പറ്റില്ല. ചേച്ചി എന്നെ വിശ്വസിക്കണം. ഇനി നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ മാത്രമേ ഞാൻ അനുസരിക്കൂ. അങ്ങനെയല്ല ബബിതേ, ഞങ്ങളെല്ലാവരും പറയുന്ന പോലെ അനുസരിക്കണമെന്നല്ല പറയുന്നത്. നിനക്ക് നിൻ്റേതായ സത്യങ്ങളുണ്ടായിരിക്കണം ജീവിതത്തിൽ, നിൻ്റേതായിട്ടുള്ള ശരികളുണ്ടായിരിക്കണം. അല്ലാതെ തോന്നിയ വഴിക്ക് പോകരുത്, അത് മാത്രമാണ് പറയുന്നത്. നീ അച്ഛനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എത്ര പാവാണ് അച്ഛൻ. ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താടി, എന്താ പറഞ്ഞോ? ചേച്ചി തിരിച്ച് ഇവിടേക്ക് തന്നെ വരുമോ? ഞാനോ? അങ്ങനെയൊന്നും എനിക്ക് വരാൻ പറ്റില്ല ബബിതേ. എനിക്ക് വരണമെങ്കിലേ നമ്മുടെ അച്ഛൻ്റെ അനുവാദം വേണം. നമ്മുടെ അച്ഛൻ വിളിക്കണം എന്നെ. അച്ഛനാണ് എന്നോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്. അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ എനിക്കിനി ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ഞാൻ പറയട്ടെ അച്ഛനോട്? ആരും പറയണ്ട. അച്ഛൻ അറിയാടാ. അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടല്ലേ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. അതുകൊണ്ടിപ്പോൾ ആർക്കും ദ്രോഹമൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ആലോചിച്ചിട്ട് അതൊക്കെ നല്ലതിന് മാത്രമായിരുന്നില്ലേ. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ 2 അനിയത്തിമാരുടെയും സ്നേഹം എനിക്ക് കിട്ടി. എൻ്റെ അനിയൻ്റെ സ്നേഹം കിട്ടി. അച്ഛൻ, അമ്മ എല്ലാവരും എന്നെ അംഗീകരിച്ചില്ലേ. ഇനി എല്ലാം നല്ല വഴിക്ക് തന്നെ പോകും. അച്ഛൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അച്ഛനെ പോലെ ഒരച്ഛനെ കിട്ടിയതാ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. എല്ലാം നല്ല രീതിയിലാവാൻ നീ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് 2 ആളും സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ചേച്ചിയും ഉണ്ടാകും എന്നും കൂടെ. നാളെ രാവിലെ പപ്പയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ. ഗുഡ് നൈറ്റ്. തുടർന്നുള്ള വീഡിയോയുമായി ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.